വെരി ഗുഡ് ബേസിൽ, വെരി ഗുഡ്, കയ്യടി. ഇതൊക്കെ ഞാൻ പുറത്തു നോക്കിയപ്പം മഴ. ഷൂട്ട് നടക്കാൻ ഒരു പറയിപ്പിച്ചതാ, വെറുതെ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായി ബന്ധപ്പെട്ട് നസ്രിയയും ബേസിൽ ജോസഫും കൂടെ കുറെ ഇന്റർവ്യൂസ് ഇങ്ങനെ ഓടി നടന്ന് കൊടുക്കുന്നുണ്ട്. എന്നാലും ആ ഇന്റർവ്യൂസ് എല്ലാം അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ്സ് ആണ്. കാര്യം നസ്രിയയുടെ പഴയ രീതിയിലുള്ള ഇന്റർവ്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നസ്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഇന്റർവ്യൂസിലും ഭയങ്കര ജോളിയായിട്ട് അടിച്ചു പൊളിച്ചൊക്കെയുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസ്രിയ എന്തുകൊണ്ട് ഇങ്ങനെ ഓവറായിട്ട് ക്യൂട്ട്നെസ് വാരി വിതറുന്നു, അല്ലെങ്കിൽ നസ്രിയ ഇപ്പോഴും കൊച്ചുകുട്ടി ഇങ്ങനെ കളിക്കുകയാണ്, അവർക്ക് നാണമില്ലേ 10-30 വയസ്സായിട്ടും ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പെരുമാറാൻ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കമന്റ്സ് ആണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. എന്തായാലും നസ്രിയ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നസ്രിയ ക്ലബ് FM കൊടുത്ത ഇന്റർവ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ പറയുന്ന സ്വന്തം വൈബ് കണ്ടെത്തിയ ഒരു ഫീൽ വന്നു രണ്ടാക്കും ഭയങ്കരായിട്ട്. എവിടെയായിരുന്നു ഇത്രയും കാലം? എന്താണ് ബേസിലിന്റെ വൈബ്? എന്താണ് നസ്രിയ പറ. എന്റെ അതേ അതെ, ഡിഫൈൻ നസ്രിയാസ് വൈബ്. അല്ല, നസ്രിയ നമ്മൾ ഈ കൂട്ടുകാരൊക്കെ കൂടുമ്പോ ഒരു 10 പേര് കൂടിയിരുന്ന അതിന്റെ നടുക്കിരുന്നിട്ട് തള്ളുന്ന ഒരാളുണ്ടാവും. അതാണ് നമ്മൾ രണ്ടും നമ്മുടെ ആയിട്ടുള്ള ഒരു സ്പേസിൽ. നമ്മൾ ഇനി കുറച്ചു നേരം എന്റർടൈൻമെന്റ്. ബേസിക്കലി ഈ ഒരേ വൈബുള്ള രണ്ടുപേര് ഒരുമിച്ച് കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ചില ആൾക്കാരോട് പെട്ടെന്ന് നമുക്ക് അടുക്കാൻ ഭയങ്കര പാടായിരിക്കും. പ്രത്യേകിച്ച് ഈ വൈബ് കണക്ട് ആയില്ലെങ്കിൽ അവരോട് നമുക്ക് വലുതായിട്ട് സംസാരിക്കാൻ തോന്നത്തില്ല. അവർ ഭയങ്കര എന്താ പറയണ്ട, ഭയങ്കര അടിച്ചു പൊളിച്ച് ജോളിയായിട്ട് സംസാരിക്കാതെ ഭയങ്കര ജെന്റിൽമാൻ്റെ കണക്ക് വളരെ കുറച്ച് മാത്രം സംസാരിച്ച് അങ്ങനെ പെരുമാറുന്ന ആൾക്കാരുണ്ട്. അവരോടൊന്നും നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ തോന്നത്തില്ല. പക്ഷെ ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ നസ്രിയ ആദ്യമായിട്ടാണ് ഈ ബേസിൽ ജോസഫിനെ കാണുന്നത്. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയായി. അവർ ആ ഒരു ഒരേ വൈബ് കണക്ട് ആയപ്പോഴത്തേക്കും നല്ല ജോളിയായിട്ട് തന്നെ ആ ഒരു പടത്തിൽ ത്രൂ ഔട്ട് അഭിനയിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവർ ഈ ഇന്റർവ്യൂസിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നസ്രിയയുടെ ഓവറായിട്ടുള്ള പെരുമാറ്റവും ഓവറായിട്ടുള്ള സംസാരവും ഇതൊക്കെയാണ് ആൾക്കാർക്ക് ബേസിക്കലി പിടിക്കാത്തൊരു കാര്യം. എന്തായാലും നമുക്ക് കമന്റ്സിലോട്ട് വരുന്നതിന് മുന്നേ ഇന്റർവ്യൂവിന്റെ പകുതിയും കൂടെ കണ്ടു നോക്കാം. കുറച്ച് നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്, മീറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഒരു റൂം അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാൻ നമ്മൾ വളരെ അൺകംഫർട്ടബിൾ അങ്ങനെ സൈലൻസ്. അപ്പൊ ഒരു എന്റർടൈൻമെന്റ്. നിങ്ങൾ തമ്മിൽ അപ്പൊ ഒരു കോമ്പറ്റീഷൻ വന്നാണല്ലോ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ അപമാനിക്കുന്നു, തിരിച്ചപമാനിക്കുന്നു, എന്നെ അപമാനിക്കുന്നു, തിരിച്ചപമാനിക്കുന്നു. ഇത് തന്നെയായിരുന്നു രാവിലെ ഓൾവേസ് ലൈക്ക് അവനെയും കാട്ടി അവൻ എത്ര അവിടെ മറ്റേ ടെന്നീസ് കാണുന്ന പോലെ. ഒരു എക്സാമ്പിൾ പറയാം, എന്ത് പണിയാ തരുന്നത്? ഒരു ദിവസം ഞാൻ അവിടെ നമുക്കൊരു റൂമുണ്ട്, ഒരു വീടുണ്ട്. അവിടെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഒരുമിച്ച്. എല്ലാ കാസ്റ്റും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരിക്കും. അപ്പം ഈ വാശി കൂടിയിട്ട് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര മൈക്കും സ്പീക്കേഴ്സും ഒക്കെ ഉണ്ട്. ഭയങ്കര ശബ്ദം അവിടെ. വെരി ഗുഡ് ബേസിൽ, വെരി ഗുഡ്, കയ്യടി. ഇതൊക്കെ ഞാൻ പുറത്തു നോക്കിയപ്പം മഴ. ഷൂട്ട് നടക്കാൻ ഒരു പറയിപ്പിച്ചതാ, വെറുതെ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അങ്ങനെ ഈ ഇന്റർവ്യൂ ഇങ്ങനെ ത്രൂ ഔട്ട് പോകുന്നുണ്ട്. നല്ല ജോളിയായിട്ട് ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് പോകുന്നുണ്ട്. പക്ഷെ ഇനിയാണ് ഇതിനകത്തുള്ള കോമഡി കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ കമന്റ്സ് ആണ് കേട്ടോ ഏറ്റവും വലിയ കോമഡി. ഞാൻ ഓരോ കമന്റുകൾ ഞാൻ അവിടെ വയ്ക്കാം, നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ഓവറായി ഇവളിപ്പോൾ 12 വയസ്സുകാരിയാണെന്നാണ് തോന്നൽ. എൻ്റെ അമ്മ ഇനി കുറച്ച് നാൾ ഈ ക്യൂട്ട്നെസ് കാണേണ്ടി വരുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ പ്രശ്നങ്ങൾ. ശരിക്കും എന്താണ് അവരുടെയൊക്കെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാര്യം ഈ ഫേസ്ബുക്ക് അമ്മാവന്മാരെ കൊണ്ടുണ്ടല്ലോ, അവരെ കൊണ്ടൊക്കെ സത്യം പറഞ്ഞാൽ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഇപ്പം അമ്മമാർ മാത്രമൊന്നുമല്ലേ, ഇപ്പം പെണ്ണുങ്ങൾക്ക് ഒരു വലിയ കുറവൊന്നുമില്ല. അവരും ഇതേപോലെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കമന്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു കമന്റ് ഞാൻ വായിച്ചു തരാം. ഫഹദ് അണ്ണനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം ആദ്യം വായിൽ വരുന്നത് ഇവിടെ പറയുന്നില്ല. 10-30 വയസ്സായില്ലേ കൊച്ചെ, ഒരുപാട് കിടന്നങ്ങ് പുള്ള കളിക്കാതെ കണ്ടിട്ട് ഓക്കാനം വരുന്നു. ഓക്കെ, അങ്ങനെ വൊമിറ്റിംഗ് വരുന്ന സാധനങ്ങൾ പിന്നെ എന്തിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നസ്രിയയുടെ പഴയ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ നസ്രിയ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. കാര്യം അത് അവർ എങ്ങനെ ഇന്റർവ്യൂവിൽ ഇരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടം, അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഈ നിഖില വിമലിന്റെ ഇന്റർവ്യൂ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇതുപോലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഖിലയ്ക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്നൊക്കെയുള്ള രീതി. ശരിക്കും പറഞ്ഞാൽ നിഖില എല്ലാ ഇന്റർവ്യൂസിലും അങ്ങനെയാണ്. പണ്ട് തൊട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് സംസാരിക്കുക അടിക്കുകയൊക്കെ ചെയ്യുന്നത്. കാര്യം നിഖിലയുടെ ഒന്നും വായിൽ ചെന്ന് പെടാൻ പറ്റത്തില്ല. പറയുന്നതിന് ഒന്ന് പറഞ്ഞാൽ 2-4 കിടിലം മറുപടിയാണ് പുള്ളിക്കാരത്തി കൊടുക്കുന്നത്. എന്തായാലും ബാക്കിയോടെ വായിക്കാം. ഇത്ര പോപ്പുലറായ ആക്ടർ ഫഫയ്ക്ക് ഇതുപോലൊരു വാണത്തിനെ എങ്ങനെ വൈഫായിട്ട് കിട്ടി? 5 പൈസയ്ക്ക് ബോധമില്ലാത്ത സാധനം.
ഇവിടെ ഇവരുടെ എല്ലാവരും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിലിന്റെ വൈഫ് ആയതിന്റെ പേരിലാണ് ഇവരാരും ഒന്നും പറയാത്തതെന്നാണ് പറയുന്നത്. കാര്യം ഫഫയെ സംബന്ധിച്ച് നമുക്കറിയാം ഫഹദ് ഫാസിലിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആസ് എൻ ആക്ടർ എന്നുള്ള നിലയിൽ ഫഹദ് ഫാസിലിനോടെ എല്ലാവർക്കും റെസ്പെക്റ്റും സ്നേഹവും എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതും ഇതുമായിട്ടൊക്കെ എന്തിനാണ് കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നാണ്. ഈ പറയുന്ന നാട്ടുകാർക്കാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രശ്നം കേട്ടോ. ഒരു ഇന്റർവ്യൂവിൽ വന്ന് നമ്മൾ ഇത്തിരി നല്ല രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിരിച്ച് കളിച്ചിരുന്ന് കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ അത് അഹങ്കാരിയായി മാറും, അല്ലെങ്കിൽ ക്യൂട്ട്നെസ് വാരി വിതറുവാന്ന് തോന്നും. ഇതൊക്കെയാണ് ആൾക്കാരുടെ മെയിൻ പ്രശ്നങ്ങൾ. ഇനി ഇവരുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനകത്ത് ഇവർ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്ത് കുറച്ച് കമന്റ്സ് ഞാൻ വായിക്കാം. ആദ്യമേ നമുക്ക് ആ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഇന്റർവ്യൂ ജസ്റ്റ് ഒന്ന് കാണാം. ഇത് അഞ്ചക്കള്ളക്കോക്കാന്റെ പ്രൊമോഷൻസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു AD ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം ട്വിങ്കിളുമായിട്ട് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്വിങ്കിൾ ആണെന്ന് തോന്നുന്നു ഈ ടീമിന് എന്നെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടാണ് കയറിയത്. ഓക്കെ. ആൻഡ് നസ്രി ചേച്ചിനെ പറ്റി ഞാനൊരു നിമിഷം ആന്റിന്ന് വിളിക്കാൻ വരുവാണോന്ന്. അല്ല, ഞാൻ ഈ ചേച്ചിനെ നസ്രിയ ആന്റി അല്ല റെസ്പെക്ട് കൊടുക്കുന്നതാണ് നമ്മൾ. ചേച്ചി ചേട്ടൻ എന്നൊക്കെ ആണല്ലോ, അല്ലാതെ നിന്നെ വെറുതെ ബേസിൽ തന്നെ വിളിച്ചേ. അല്ല ബേസിൽ ഏട്ടൻ വിളിച്ചത്. ആളുള്ളിടത്ത് ഇപ്പം ചേച്ചി അതിന് കല്യാണശേഷം കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് മൂവീസ് ഒക്കെ ഗ്യാപ്പിന്റെ ചോദ്യം വന്നു. ബ്രേക്ക് എടുക്കുന്നു, കംബാക്ക്, ഇതൊക്കെയാണ്. ഇല്ല, പക്ഷേ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ ജസ്റ്റ് ഒരു പോർഷൻ ആണിത്. ഇതിനകത്ത് രണ്ടുപേര് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നുണ്ട്. ഈ മൂവിയിൽ തന്നെ അഭിനയിച്ചവരാണ്. പക്ഷെ ഇതിന്റെ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എന്തിനാണ് നോക്കുകുത്തികളെ പോലെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂവിന്റെ ഈ ഒരു പോർഷൻ മാത്രം വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ഈ ഒരു പോർഷനകത്ത് ഈ പറയുന്ന അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അതിനകത്തൊരു പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബേസിലിനെയും നസ്രിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത് ഈ പറയുന്ന ബേസിലും നസ്രിയും കാണുമ്പോഴാണ്. അതിന്റെ പേരിലാണ് അവർ അത് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആൾക്കാർ കമന്റ് ഇടുന്നതുകൊണ്ട് അത് ഞാൻ വായിക്കാം. അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആൾക്കാരെ എന്തിനാണ് പിടിച്ചിരുത്തിയേക്കുന്നത്, പാവം. അവരെയും കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാര്യം നിങ്ങളുടെയൊക്കെ ഇന്റർവ്യൂവിൽ വിളിച്ച് നിങ്ങൾ മേ ബി എനിക്ക് തോന്നുന്നു പെയ്ഡ് ആയിരിക്കാം, എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ ആവാനായിരിക്കും ചാൻസ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ പറയുന്ന അവരും ഈ മൂവിയിൽ അഭിനയിച്ചതാണ്. അപ്പൊ അവരെയും കൂടെ വിളിച്ച് വരുത്തുമ്പോഴത്തേക്ക് അവരെയും കൂടെ മാനിക്കണം എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള കമന്റുകൾ വരും. കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് ത്രൂ ഔട്ട് ഇവരെ രണ്ടുപേരെ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി അതെനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ബാക്കിയുടെ വായിക്കാം. ബാക്കിയുള്ളവരെ രണ്ടുപേരെ എന്തിനാണാവോ അവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. പ്ലീസ് റെസ്പെക്ട് ദി അതർ ടു ആക്ട്രസ്. Your questions was also inappropriate as they were not covered. Everyone is a gift from God. So let's show humanity and respect to others. However, the interview was very funny and we enjoyed it a lot. Next time, please ask questions to the whole team. Thank you. വളരെ നല്ലൊരു കമന്റാണ് എടുത്തത്. കാര്യം നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുക. കാര്യം നിങ്ങളുടെ ഇന്റർവ്യൂസിനകത്ത് നിങ്ങൾ വിളിച്ച് വരുത്തിയിട്ട് അല്ലെങ്കിൽ അപമാനിക്കുന്ന എന്നുള്ള രീതിയിലിട്ട് പോകും. നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിന്റെ ചീത്തപ്പേര് കേൾക്കാനും പോകുന്നത്. നമ്മൾ ആരെ വിളിച്ച് കഴിഞ്ഞാലും നമ്മൾ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് തോന്നരുത്. കാര്യം അവരും ഈ പറയുന്ന പോലെ തന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുവാണ്. കാര്യം അവരെ രണ്ടുപേരെ ആയിരിക്കും നിങ്ങൾക്ക് മേ ബി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്നത്. പക്ഷെ അടുത്തിരിക്കുന്നവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂടെ നല്ലതായിരുന്നേനെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അല്ലാതെ ഞാൻ ഇതിനകത്ത് ഓവറായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ കമന്റ് ഇടുന്ന വേറെ കുറെ വിവരം കെട്ടവന്മാരത് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് ഫഹദ് ഫാസിലിന്റെ ഒക്കെ പേരും പറഞ്ഞിട്ട് നസ്രിയ അടുത്തൊക്കെ ചൊറിയാവുന്ന ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അവരെങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നത് അവരുടെ രീതിയാണ്. കാര്യം നസ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പണ്ട് തൊട്ടേയുള്ള ഇന്റർവ്യൂസിലെല്ലാം പുള്ളിക്കാരത്തി ഇതുപോലെയാണ്. കാര്യം അത് മാത്രമല്ല പുള്ളിക്കാരത്തിന്റെ ഒരു ബേസിക് നേച്ചർ ഇങ്ങനെയാണ്. എല്ലാവരോടും സംസാരിക്കുന്നതായാലും ഇടപെടലായാലും ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഒരേ വൈബുള്ള രണ്ടുപേരും കൂടെ കണക്ട് ആകുമ്പോഴത്തേക്ക് ഇന്റർവ്യൂസിൽ വരുമ്പോഴത്തേക്ക് സംഭവം അടിപൊളിയായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, മൂവി എന്തായാലും ഇറങ്ങുവാണ്. അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. അല്ലാതെ മിണ്ടാതെ ചത്തിരുന്ന് ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നിട്ട് എന്തോന്ന് പറയാനോ ആരും കാണത്തു പോലും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.